Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലൻ CC, അതായത് നമ്മൾ ഫുട്ബോൾ എഡിറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ CC ആണ്. ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ സീസണൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വേൾഡ് കപ്പ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ CC ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ലേയേഴ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടിങ് ടൈമൊക്കെ കുറച്ച് കുറവായിരിക്കും. സോ ഗൈസ്, അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ Alightmotion ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ഫ്രെയിം റേറ്റിലൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിലേക്ക് വന്ന ശേഷം നിങ്ങളൊരു ഞാനിപ്പോൾ നെയ്മറുടെ ഒരു ക്ലിപ്പാണ് എടുക്കുന്നത്. ഓക്കെ, ഒരു ക്ലിപ്പ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ദെൻ നിങ്ങൾക്കത് ക്രോപ്പ് ആൻഡ് കട്ടൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് അതായത് നിങ്ങൾ എടുക്കുന്ന ടൈം എത്രയാണോ അത് നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് 4 സെക്കൻഡ്സിൽ ഒരു ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ 3 ഡോട്ടിൽ വന്നിട്ട് സ്ട്രെച്ച് ടു സ്ക്രീൻ കൊടുക്കുക. ഇതേപോലെ ഫിൽ സ്ക്രീൻ കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ റെക്റ്റാങ്കിളിൻ്റെ കളർ വന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ബ്ലാക്ക് ആക്കി കൊടുത്ത ശേഷം ആഡ് എഫക്ട്സിൽ വന്ന ശേഷം നമ്മൾ ഫസ്റ്റ് വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ സ്റ്റാർട്ടിൻ്റെ വാല്യൂ നമ്മൾ 100ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് 100 ആക്കി കൊടുക്കുക നമ്മൾ സ്റ്റാർട്ടിൻ്റെ വാല്യൂ. ദെൻ നമ്മൾ താഴേക്ക് വന്നാൽ ആംഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആംഗിൾ വന്ന് പറഞ്ഞാൽ നമ്മളൊരു 90 ഡിഗ്രിയിലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്യുക ഇതേപോലെ. ദെൻ നമ്മൾ ഫെദറിലേക്ക് വരിക. ഫെദറിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫെദർ നമ്മൾ 44ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് 44ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് താഴെയായിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് 44 സെറ്റ് ചെയ്യുക. പിന്നെ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര ഷെയ്ഡാണോ വേണ്ടത് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒന്നാമത്തെ ക്ലിപ്പ് ചെയ്യുന്നത്. ദെൻ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ കോൺട്രാസ്റ്റിൽ വന്നിട്ട് സോഫ്റ്റ് ലൈറ്റ് കൊടുക്കുക. ഓക്കെ, സോഫ്റ്റ് ലൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് കാണാൻ സാധിക്കും. നിങ്ങൾക്കത് ഇതാണ് നമുക്ക് ആ ഒരു ലെയർ ഇല്ലാതെയുള്ള ഒരു പ്രിവ്യൂ എന്ന് പറയുന്നത്. ഇത് ലെയർ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ലെയർ ആഡ് ചെയ്യുക. നമ്മൾ ഫിൽ സ്ക്രീൻ കൊടുക്കുക. ദെൻ നമ്മൾ ആഡ് എഫക്ട്സിൽ നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് കൊടുക്കുക. ഓക്കെ, കോപ്പി ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്. ദെൻ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷാർപ്പൻ ലെയറാണ്. ഷാർപ്പനാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ആഡ് എഫക്ട്സിൽ വരാം, ബ്ലറിൽ ഷാർപ്പൻ ആഡ് ചെയ്യാം. ഓക്കെ, ബ്ലറിൽ വരാം. നമ്മൾ ഷാർപ്പൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെയറിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഷാർപ്പൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ദെൻ നമ്മൾ ഷാർപ്പൻ ആഡ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അതിൻ്റെ റേഡിയസ് സെലക്ട് ചെയ്തിട്ട് ഫുള്ളാക്കി കൊടുക്കുക ഇതേപോലെ. ദെൻ നമ്മൾ സ്ട്രെങ്ത്ത് വന്ന് കുറച്ച് കൊടുക്കുക. അതായത് നമുക്ക് ഡീഫോൾട്ടായിട്ട് ഒരു വാല്യൂ ഉണ്ടാവും, അത് കുറച്ചിട്ട് 0.08ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, 0.08 ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ അഗെയിൻ ബാക്ക് വന്നിട്ട് ഒന്നും കൂടെ ഷാർപ്പൻ ആഡ് ചെയ്യുക. പുതിയ ലെയർ, അതായത് പുതിയൊരു എഫക്റ്റ് പോലെ ഷാർപ്പൻ ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് നമ്മളതിൻ്റെ സ്ട്രെങ്ത്ത് വന്ന് കുറച്ച് കൊടുക്കുക, ഒരു 0.50. ഓക്കെ, കറക്റ്റ് ഈ ഒരു വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ലെയറിലുള്ള എഫക്ട്സ് എന്ന് പറയുന്നത്. ദെൻ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് നമ്മൾ അതിൻ്റെ ഒപ്പാസിറ്റി വന്നൊരു 45 അല്ലെങ്കിൽ 50 റേഞ്ചിൽ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കാൻ താല്പര്യം ആ ഒരു രീതിയിൽ കൊടുക്കുക. ദെൻ നമ്മൾ തേർഡ് ലെയറിലേക്ക് വരാം. അത് നമ്മൾ 3 ഡോട്ടിൽ വരിക, ഫിൽ സ്ക്രീൻ കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ നമ്മളൊരു ഫ്ലിക്കർ എഫക്റ്റാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് അതിൻ്റെ കളർ ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക ഫസ്റ്റ്. ദെൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരിക. അതിൽ നമ്മൾ ഫ്ലിക്കർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഫ്ലിക്കർ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഫ്രീക്വൻസി നമ്മൾ ഫുള്ളാക്കി കൊടുക്കുക. ഇതേപോലെ ഫ്രീക്വൻസി ഫുള്ളാക്കി കൊടുക്കുക. അതുപോലെ തന്നെ സ്ട്രെങ്ത്തും നമ്മൾ ഫുള്ളാക്കി കൊടുക്കുക. ഓക്കെ, ഇതിൽ നമ്മൾ ഇത്ര മാത്രമേ ചേഞ്ചസ് വരുത്തുന്നുള്ളൂ. അതായത് ഫ്രീക്വൻസി, സ്ട്രെങ്ത്ത് രണ്ടും ഫുള്ളാക്കി കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ ഒരു ലെയർ ഒന്നും കൂടി സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് ഒരു 20-22% സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം മോശമില്ലാത്തൊരു ഫ്ലിക്കർ കിട്ടും. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ കൊടുക്കുക. ദെൻ നമ്മൾ ഫസ്റ്റ് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ദെൻ നമ്മൾ അഗെയിൻ ആഡ് എഫക്ട്സിൽ വരും. ഇനി ഇതിലാണ് നമ്മുടെ കുറച്ച് എഫക്ട്സ് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഗ്രേഡിയൻ്റ് ഓവർലേ ഫസ്റ്റ് ആഡ് ചെയ്യുക. ഇതിൽ കളർ 1 വന്ന് നമ്മുടെ ഈ ഒരു ഗ്രേയും ഇവിടെ വന്ന രണ്ടാമത്തെ ഗ്രേയും കൊടുക്കുക. അതായത് ഒരു വൈറ്റ് ഷെയ്ഡിലെ ഗ്രേയും പിന്നെ കുറച്ചൊരു ഡാർക്ക് ഗ്രേയും കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിക്ക് 2 ഗ്രേ കളർ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഗ്രേഡിയൻ്റ് ഓവർലേയിൽ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ടതായിട്ടില്ല. ഇനി നമ്മൾ അഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആഡ് ചെയ്യാം. ഇതിൽ സാച്ചുറേഷൻ്റെ വാല്യൂ മാത്രം നമ്മൾ കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യണം. ഒരു +40 വരെയൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കറക്റ്റ് ഒരു 40 റേഞ്ചിൽ സെറ്റ് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലിപ്പിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട്
അത് ബോറാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ക്ലിപ്പിനനുസരിച്ച്, അതായത് ചില ക്ലിപ്പിനൊക്കെ ഓൾറെഡി നല്ല സാച്ചുറേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഈ വാല്യൂസ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക. ഇത് നമ്മൾ വൈബ്രൻസിലും ചെറിയൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. ഒരു 1.90 സെറ്റ് ചെയ്യുക. 909 ഈ ഒരു റേഞ്ചിലേക്കൊക്കെ വൈബ്രൻസും കൂടെ സെറ്റ് ചെയ്യുക. ദെൻ എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വന്നിട്ട് എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്യുക. എക്സ്പോഷറിൻ്റെ വാല്യൂ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്ലിപ്പിനനുസരിച്ച് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുക. ഓക്കെ. ദെൻ എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സ് വരാം, ഹൈലൈറ്റ്സ് ആൻഡ് ഷാഡോസ് കൊടുക്കുക. അപ്പോൾ ഹൈലൈറ്റ്സ് 100% ഉണ്ടാവുക, അത് നമ്മൾ 20 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ 20% ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പോസിറ്റിയിൽ വരിക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പോസിറ്റിയിൽ നമ്മൾ കോൺട്രാസ്റ്റിൽ ഓവർലേ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു CC എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ CC. നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട ഒരു കിഡിലൻ CC. ഇതാണ് നമ്മുടെ CC ഇല്ലാത്ത ക്ലിപ്പ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, ഈ ഒരു പോർഷൻ തന്നെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ CC ഇല്ലാത്ത ആ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ CC ഇട്ടിട്ടുള്ള ഈ ഒരു ക്ലിപ്പാണിത്. നമ്മൾ ഫുട്ബോൾ എഡിറ്റ്സോ ഇനി നമ്മൾ വേറെ എഡിറ്റ്സിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, അത്രമാത്രം പെർഫെക്ഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഒരു 4 ലെയർ ആയതുകൊണ്ട് തന്നെ എക്സ്പോർട്ടിങ് ടൈമും കുറച്ച് കുറവായിരിക്കും ബാക്കിയുള്ള CCസിനെ അപേക്ഷിച്ച്. അപ്പോൾ നിങ്ങൾ ഈ ഒരു CC നിങ്ങളുടെ വീഡിയോസിലൊക്കെ എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ വേൾഡ് കപ്പ് ഫൈനൽ സെമി ഫൈനൽസൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു CC ഇട്ട് നിങ്ങളൊരു വീഡിയോ എന്തായാലും ചെയ്ത് നോക്കുക. സോ ഗൈസ്, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.